ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തരുൺ മൂർത്തി എന്ന ഫാൻ ബോയ് നമ്മൾ മലയാളികൾക്ക് നമ്മുടെ ആ പഴയ ലാലേട്ടനെ തിരിച്ചു തന്നിരിക്കുകയാണ്. എമ്പുരാന് ശേഷം ബാക്ക് ടു ബാക്ക് ഹിറ്റാണ് തുടരുമെന്ന സിനിമയുടെ വിജയത്തോടെ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. ഒരു പിടി റെക്കോർഡുകൾ കൂടി ഈ ഒരു ചിത്രത്തിൻ്റെ വിജയത്തോടുകൂടി ലാലേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലോ ഹൈപ്പിൽ ചെറിയ പ്രശ്നോടുകൂടി വന്ന ചിത്രത്തിൻ്റെ 35,000 ടിക്കറ്റുകളാണ് അവസാനം 1 മണിക്കൂർ കൊണ്ട് വിറ്റുപോയത്. ഒരു മോഹൻലാൽ സിനിമ പോസിറ്റീവ് വന്നാൽ കേരളത്തിൽ ഫെസ്റ്റിവൽ മൂഡാണ്. ആ ഒരു അവസ്ഥ ഇപ്പോൾ മിക്ക തിയേറ്ററുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ട്രാക്ക് ചെയ്ത കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യത്തെ ദിവസം വേൾഡ് വൈഡ് 11 കോടി നേടുവാൻ സാധ്യതയുണ്ട്. ഓർക്കുക, ഒരു പ്രൊമോഷൻ പോലും ഇല്ലാതെ വന്ന സിനിമയാണ് ഈ കൊല തൂക്കുന്നത്. നാളെ 11 കോടി കളക്ഷൻ നേടുകയാണെങ്കിൽ ഒടിയൻ, ലൂസിഫർ, മരയ്ക്കാർ, മലൈക്കോട്ടെ വാലിബൻ, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 10 കോടിക്ക് മേലെ ആദ്യ ദിനം കളക്ഷൻ നേടുന്ന ചിത്രമായി തുടരും മാറും. ഒരു മോഹൻലാൽ ഫാമിലി പടത്തിന് പോസിറ്റീവ് വന്നാലുള്ള അവസ്ഥ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള തിയേറ്ററുകളിൽ കാണാം. മിക്ക തിയേറ്ററുകളിലും പ്രായമായ മുത്തശ്ശിമാരും മറ്റുമാണ് സിനിമ കാണുവാൻ വന്നിരിക്കുന്നത്. ലൂസിഫറിന് പോലും കിട്ടാത്ത ഒരു വരവേൽപ്പാണ് ഫാമിലി ഓഡിയൻസ് തുടരുമെന്ന ചിത്രത്തിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പുലിമുരുകൻ ഇറങ്ങിയ സമയത്തായിരുന്നു ഫാമിലി ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ലാലേട്ടന് ഇങ്ങനെയൊരു സപ്പോർട്ട് ലഭിച്ചത്. ഏതായാലും കേരളത്തിലെ തിയേറ്ററുകളെല്ലാം ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് തരുൺ മൂർത്തി എന്ന സംവിധായകനോടാണ്. വലിയ ഒച്ചപ്പാടുകളോ തള്ളുകളോ ഇല്ലാതെ നിശബ്ദനായി വന്ന് ഹിറ്റടിച്ചു. ഒരു ഫാൻ ബോയ് എന്ന നിലയിലും നല്ല സംവിധായകൻ എന്ന നിലയിലും തരുൺ മൂർത്തിയുടെ കരിയർ ഈ ഒരു ചിത്രം കൊണ്ട് മാറുവാൻ പോകുകയാണെന്നത് ഉറപ്പാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വിൻറ്റേജ് ലാലേട്ടനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ലാലേട്ടനോടൊപ്പം ശോഭനയും മണിയൻ പിള്ള രാജുവും കൂടി ചേരുന്നതോടുകൂടി ഈ ഒരു വൈബ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതോടുകൂടി ഈ ഒരു സിനിമ പക്കാ ത്രില്ലർ പശ്ചാത്തലത്തിലേക്ക് മാറുന്നുണ്ട്. ചിത്രം കുറഞ്ഞത് 100 കോടി കളക്ഷൻ നേടുമെന്നത് ഉറപ്പാണ്. എന്നാൽ കോടികൾക്കപ്പുറം ഈ ഒരു സിനിമ മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിൽ വരുന്നത് ഒറ്റ വാചകമാണ്: നിങ്ങൾ രാജാവിനു നേരെ വാള് വീശിയാൽ അയാളെ കൊന്നിരിക്കണം. യെസ്, ഹീസ് ബാക്ക്. മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും.